വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2 ലേഖനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ 59ഉം 60ഉം പുസ്തകങ്ങൾ. ഇവ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലെ 13ഉം 14ഉം പുസ്തകങ്ങളാണ്. കൊറിന്ത്യയിൽ വെച്ച് എഴുതിയ ഈ 2 ലേഖനങ്ങളിൽ ആദ്യ ലേഖനം AD 50-51 രണ്ടാം ലേഖനം AD 52 എഴുതിയതായി കാണുന്നു. ആദ്യ ലേഖനത്തിലെ മുഖ്യ സന്ദേശം പ്രത്യാശയുടെ കർത്താവിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കാനുള്ളതും, രണ്ടാം ലേഖനത്തിൽ പീഡനങ്ങൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കർത്താവിന്റെ വരവിനെക്കുറിച്ച് ശരിയായ ധാരണ പുലർത്തുകയും ചെയ്യുക എന്നതാണ്. പൗലോസ് തെസലോനിക്കയിൽ ചെറിയ കാലം സുവിശേഷം പ്രസംഗിച്ചതിനു ശേഷം പീഡനം മൂലം അവിടെ നിന്ന് പോകേണ്ടി വന്നു. പിന്നീട് തിമത്തി അവിടുത്തെ സഭയുടെ നല്ല വാർത്തകൾ പൗലോസിനെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ ലേഖനം എഴുതിയത്. വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക, വിശുദ്ധ ജീവിതത്തിലേക്ക് ആഹ്വാനം ചെയ്യുക, മരിച്ച വിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക മാറ്റുക, ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നതാണ് ആദ്യ ലേഖനത്തിൽ 5 അധ്യായങ്ങളിലായി വിവരിക്കുന്നത്. ആദ്യ ലേഖനത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം രണ്ടാം ലേഖനം എഴുതിയതായി കാണുന്നു. ഒന്നാം ലേഖനം തെസലോനിക്കയിലെ സഭയ്ക്ക് ലഭിച്ചതിന് ശേഷം സഭയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ചിലർ കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു. അതിനെ തിരുത്താനാണ് രണ്ടാം ലേഖനം എഴുതിയത്. ഇത് 3 അധ്യായങ്ങളിലായി വിവരിക്കുന്നു. വിശ്വാസത്തിലും ക്രമശുദ്ധിയിലും സ്ഥിരത പുലർത്താൻ ആഹ്വാനം, പീഡനങ്ങൾക്കിടയിൽ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക, കർത്താവിന്റെ ദിവസത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, മടിയന്മാരെ ശാസിക്കുക എന്നീ വിവരണങ്ങളാണ് ഇതിലുള്ളത്. പീഡനങ്ങളിൽ സ്ഥിരത പുലർത്തുന്ന തെസലോനിക്കയിലെ സഭയെ ഇവിടെ പ്രശംസിക്കുന്നു. ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ദിവസം ഇനിയും വന്നിട്ടില്ല. ആദ്യം ധർമ്മവിരോധിയുടെ മനുഷ്യൻ, മാൻ ഓഫ് ലോലെസ്നെസ് പ്രത്യക്ഷനാകും. അന്തിമകാല സംഭവങ്ങൾ, പ്രാർത്ഥനയ്ക്കുള്ള അഭ്യർത്ഥന എന്നിവ ഇവിടെ വിവരിക്കുന്നു. ക്രമശുദ്ധമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ അവരെ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.